ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നാണെങ്കിൽ ഇംഗ്ലീഷിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നമ്മൾ അറിഞ്ഞു വയ്ക്കണം. സോ സാധാരണഗതിയിൽ നമുക്ക് ആവശ്യം വരാറുള്ളത് നമ്മൾ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും അല്ലേ. അതുപോലെ ഇതെന്താണ്, അതെന്താണ്, അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും. നോർമലി നമ്മൾ ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതെല്ലാമാണ്? ഒത്തിരി ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ള രണ്ടെണ്ണമാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു പാർട്ടിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഓരോരോ ഭാഗങ്ങളായിട്ട് മെല്ലെ മെല്ലെ പഠിച്ചു തുടങ്ങാം. ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പെട്ടെന്ന് തന്നെ എല്ലാം അങ്ങോട്ട് പഠിക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് മുന്നോട്ട് നീങ്ങാനേ പറ്റുള്ളൂ. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ വേർഡ്സ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ്സിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് വാട്ട് എന്നുള്ള വേർഡാണ്. ഓക്കെ, അപ്പോൾ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്നതാണ് അർത്ഥം. ഓക്കെ, വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത്. അതുപോലെ ആരോടെ ഒരു പേര് ചോദിക്കുകയാണ്. നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് വാട്ട് ഈസ് യുവർ നെയിം അല്ലേ. അപ്പം അതിനെ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ വാട്ട്സ് യുവർ നെയിം എന്ന രീതിയിൽ ചോദിക്കും അല്ലേ. അപ്പം അവിടെ വാട്ട് എന്ന് പറയുന്ന വേർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പേര് എന്താണ് എന്നതാണ് അവിടെ ക്വസ്റ്റ്യൻ. എന്ത്, എന്താണ് തുടങ്ങിയ വാക്കുകൾക്ക് പകരമായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ചേർക്കുന്ന, ഓക്കെ, ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് വാട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു വേർഡാണ് വേൾഡ്, എവിടെ. നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു സെൻറ്റൻസ് ആണ് വേർ ആർ യു കമ്മിങ് ഫ്രം. ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്. വേർ ആർ യു കമ്മിങ് ഫ്രം എന്ന് ചോദിച്ചാൽ എന്താണ്? എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, നമ്മുടെ നേറ്റീവ് പ്ലേസ് ആണ് സാധാരണ നമ്മൾ പറയാം. ഓക്കെ, നമ്മുടെ പ്ലേസ് ഏതാണോ അത് നമ്മൾ പറയും. മലയാളത്തിൽ എവിടെ എന്ന വേർഡിന് പകരമായി ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡ് ഏതാണ്? വേർ, എവിടെ. എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്, എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേർഡ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇനി നമ്മൾ വാട്ട് എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ടുള്ള കുറച്ച് കോമൺ സെൻറ്റൻസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മുടെ കാഷ്വൽ ടോക്കിൽ സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കോമൺ സെൻറ്റൻസുകളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കളർ. നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാണ്? ഓക്കെ, ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് കളർ? വാട്ട് ഈസ് യുവർ നെയിം. നിങ്ങളുടെ പേരെന്താണ്? വാട്ട് ഈസ് ദിസ്. ഇതെന്താണ്? അപ്പോൾ അടുത്ത നമ്മുടെ സെൻറ്റൻസ് ആണ് വാട്ട് ഹാപ്പൻസ്. വാട്ട് ഹാപ്പൻ എന്ന് ചോദിച്ചാൽ എന്താ? എന്തിവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, എന്ത് പറ്റി എന്ന് ചോദിക്കില്ലേ, അതിനുള്ള സെൻറ്റൻസ് ആണ് എന്താണ്? വാട്ട് ഹാപ്പൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസ് ആണ് വാട്ട് ക്യാൻ വി ഡു ഫോർ യു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്. ഓക്കെ, വാട്ട് ക്യാൻ വി ഡു ഫോർ യു. എന്താ ചോദിക്കുന്നത്? വാട്ട് ക്യാൻ വി ഡു ഫോർ യു. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതായത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് എന്ന് പറയുന്ന വേർഡിൻ്റെ യൂസേജ് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ കുട്ടികളൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 20 സെൻറ്റൻസ് ഇതുപോലെ നമ്മൾ സ്വന്തമായി ഒരു ഡേയിൽ എഴുതുക. എന്നിട്ട് അത് ത്രൂ ഔട്ട് വായിച്ചുകൊണ്ടേയിരിക്കാം. അതിൻ്റെ മീനിങ് നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പം വാട്ട് എന്ന് പറയുന്ന ഒരു വേർഡ് എവിടെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിവ് കിട്ടും. ഓക്കെ, ദെൻ ഇത് കൂടാതെ നമുക്ക് ഒരു ടേമും കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കാം. അപ്പോൾ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ വേർഡാണ് വേർഡ്. വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്നാണ് അർത്ഥം അല്ലേ. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് ആണ് വേർ ആർ യു. അതായത് നമ്മളിപ്പോൾ ഒരാളെ കാണാനില്ല, ഒരാൾ ഒളിച്ചിരിക്കുകയാണെന്ന് കരുതിക്കോ. ഒരു കൊച്ചു ഒളിച്ചിരിക്കുകയാണ് എങ്കിൽ നമ്മളിപ്പം എവിടെയാണ് എന്ന് ചോദിക്കില്ലേ. വേർ ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എവിടെയാണ് നിങ്ങൾ, അപ്പോൾ വേർ ആർ യു എന്നുള്ള ചോദിക്കണം. അടുത്തത് വേർ ആർ യു കമ്മിങ് ഫ്രം. ദാറ്റ് ഈസ് എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ,
വേർ ആർ യു കമ്മിങ് ഫ്രം, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്. അടുത്തത് വെർ ഈസ് യുവർ ഫാദർ വർക്കിംഗ്, നിങ്ങളുടെ അച്ഛൻ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എവിടെയാണ് നിങ്ങളുടെ അച്ഛൻ ജോലി ചെയ്യുന്നത്, അതാണ് വെർ ഈസ് യുവർ ഫാദർ വർക്കിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, വേർ ഡു യു വാണ്ട് ടു ഗോ, നിങ്ങൾ എവിടേക്കാണ് പോവാൻ ആഗ്രഹിക്കുന്നത്. വേർ ഡു യു വാണ്ട് ടു ഗോ, എങ്ങോട്ടാണ് നിങ്ങൾ പോവാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, വേർ ഡു യു ലിവ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എവിടെയാണ് എന്ന് പറയുന്ന വേർഡിൽ തുടങ്ങുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് വേർ എന്നുള്ള വാക്ക്. എവിടെയാണ് നിങ്ങളുടെ വീട്, എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്, എവിടേക്കാണ് പോണത്, എവിടെയാണ് ആ ഷോപ്പുള്ളത്, എവിടെയാണ് ആ ബുക്ക് കിട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാം തന്നെ നമുക്ക് സാധാരണഗതിയിൽ വേർ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ദേ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വേർഡ്സ് ആയിട്ട് 2 എണ്ണമാണ് പഠിച്ചത്, വാട്ടും വേറും, എന്ത് എവിടെ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 വേർഡ്സും ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസുകളും ക്ലിയർ ആയി പഠിച്ചു വയ്ക്കുക. ചെറിയ കുട്ടികൾ ഈ ഒരു വേർഡ് വെച്ചിട്ട് ഒരു 20 സെൻറ്റൻസ് എങ്കിലും എഴുതുക. അതേപോലെ വലിയ ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 50 സെൻറ്റൻസ് എങ്കിലും എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മറ്റു ചില ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഓരോ ക്ലാസ് കഴിയും തോറും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലിലേക്ക് വരും. ഓക്കെ, നമ്മൾ ആദ്യം കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വരിക. കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലിലേക്ക് എത്തുന്ന സമയത്ത്.